സാൽവേ, ഏവർക്കും ഇറ്റാലിയൻ എക്സ്പ്രസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു അക്ഷരകളരിക്ക് ആരംഭം കുറിക്കുകയാണ്. ഇറ്റാലിയൻ ഭാഷാ പഠനം വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഭാഷയാണ് ഇറ്റാലിയൻ ഭാഷ. കാരണം ഇതൊരു മ്യൂസിക്കൽ ലാംഗ്വേജ് ആണ്. തന്നെയുമല്ല, സി ലെജെ come si scrive, എഴുതുന്നത് പോലെ തന്നെ വായിക്കാൻ കഴിയുന്ന ഒരു ഭാഷയാണ് ഇറ്റാലിയൻ ഭാഷ. നമുക്ക് ഭാഷാ പഠനത്തിലേക്ക് കടക്കാം. ഏതൊരു ഭാഷ പഠിക്കുമ്പോഴും ഏറ്റവും ആദ്യം നമ്മൾ അറിയേണ്ടത് അതിൻ്റെ അക്ഷരമാലയാണ്. അക്ഷരമാല അറിഞ്ഞാൽ മാത്രമേ വായിക്കുവാനും എഴുതുവാനും ഒക്കെ സാധിക്കുള്ളൂ, അല്ലേ? അപ്പൊ അക്ഷരമാലയിൽ നിന്ന് തുടങ്ങാം. ഇറ്റാലിയൻ അക്ഷരമാലയിൽ ആകെ 21 അക്ഷരങ്ങളാണുള്ളത്. സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ചില്ലക്ഷരങ്ങളും അടക്കം ഏതാണ്ട് 19 അക്ഷരങ്ങൾ നമുക്ക് മലയാള ഭാഷയിൽ പഠിക്കുവാനുണ്ട്, അല്ലേ? എന്നാൽ ഇറ്റാലിയൻ ആൽഫബറ്റിൽ ആകെ 21 അക്ഷരങ്ങളാണ് ഉള്ളത്. L'alfabeto italiano è formato da 21 lettere. ഇത് കൂടാതെ അവർ 5 foreign ലെറ്റേഴ്സും കൂടി പരിഗണിക്കുന്നുണ്ട്. Considerano anche 5 lettere straniere. Considerano anche 5 lettere straniere. 5 foreign ലെറ്റേഴ്സും കൂടി അവർ പരിഗണിക്കുന്നുണ്ട്. ഇനി ഏതൊക്കെയാണ് ഈ 21 അക്ഷരങ്ങളെന്ന് നമുക്ക് നോക്കാം. ബി, ജി, ഡി, എ, എഫ്, ജി, എച്ച്, ഇ, എൽ, എം, എൻ, O, P, Q, R, S, T, U, V, Z. ഒന്നുകൂടി. A, B, C, D, A, F, G, H, E, L, M, N, O, P, Q, R, S, T, U, V, Z. ഇത് കൂടാതെ 5 ഫോറിൻ ലെറ്റേഴ്സും അവർ പരിഗണിക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? ഏതൊക്കെയാണോ? ഈ, ലൂങ്ക, കാപ്പ, വുഡോപ്പിയോ, ഇക്സ്, ഈപ്സിലോൺ. ഒരിക്കൽ കൂടി. ഈ, ലൂങ്ക, കാപ്പ, വുഡോപ്പിയോ, ഇക്സ്, ഈപ്സിലോൺ. പേരിൽ മാത്രമേ ഇത്രയും കാഠിന്യമുള്ളൂ. അക്ഷരങ്ങളിൽ നിന്ന് പദങ്ങളിലേക്ക് വരുമ്പോഴേക്കും എത്രമാത്രം ഈസിയാണ് ഇവ പ്രൊനൗൺസ് ചെയ്യാനെന്ന് പിന്നീട് നമുക്ക് കാണാം. ഏറ്റവും ആദ്യം നമുക്ക് സ്വരാക്ഷരങ്ങളിൽ നിന്ന് തുടങ്ങാം. ആംഗലേയ ഭാഷയിൽ നമുക്കറിയാവുന്നതുപോലെ 5 വോവൽസ് ആണല്ലേ ഉള്ളത്. എ, ഇ, ഐ, ഒ, യു. ഇത് ഇറ്റാലിയൻ ഭാഷയിലേക്ക് വരുമ്പോഴേക്കും അതിന്റെ ഉച്ചാരണത്തിന് മാത്രമേ മാറ്റമുള്ളൂ. ചിങ്വെ വൊക്കാലി, ഇങ്ങനെയാണ് 5 വോവൽസിനെ ഇറ്റാലിയൻ ഭാഷയിൽ വിളിക്കുന്നത്. ചിങ്വെ വൊക്കാലി. ആ, എ, ഇ, ഓ, ഉ. ആ, എ, ഇ, ഓ, ഉ. ഇതിലെ ഏറ്റവും ആദ്യത്തെ വൊക്കാലെ അഥവാ വവൽ സൗണ്ട് ആണ് ആ. ആൽഫബറ്റിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ലെറ്ററുമാണ് ആ. നമുക്ക് അതിൽ നിന്ന് തന്നെ നമ്മുടെ യാത്ര ആരംഭിക്കാം. ആ എന്ന വവൽ സൗണ്ട് ആ എന്ന് ചുരുക്കിയും ആ എന്ന് നീട്ടിയും നമുക്ക് ഉച്ചരിക്കാൻ കഴിയും. ഏതാനും പദങ്ങൾ ഉദാഹരണമായിട്ട് എടുത്തുകൊണ്ട് നമുക്കത് കാണാം. ഏറ്റവും ആദ്യത്തെ നമ്മുടെ വാക്കാണ് അമീക്കോ.
സുഹൃത്ത് എന്നാണ് ഇതിനർത്ഥം. അവൻ എൻ്റെ സുഹൃത്താണ്. എങ്ങനെ പറയും? ലൂയി എ ഇൽ മിയോ അമീക്കോ. സെന്റൻസില് സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്, ആർട്ടിക്കിൾ ഉണ്ട്, പോസസീവ് ഫോം ഉണ്ട്, പ്രോനൗൺ ഉണ്ട്, എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ട്. വേർബ്സ് പഠിക്കുമ്പോൾ ഒരു സെന്റൻസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് പിന്നീട് നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിക്കുന്നതാണ്. നമ്മൾ പഠിക്കുന്ന വാക്കിനോട് അനുബന്ധമായി കുറച്ച് വാക്യങ്ങൾ നമ്മൾ ഫോം ചെയ്ത് പോകുന്നുവെന്നേ ഉള്ളൂ. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നത് ലൂയി എ ഇൽ മിയോ അമീക്കോ. ലൂയി എൽ മിയോ അമീക്കോ. ഇനി അവൾ എൻ്റെ സുഹൃത്താണെന്ന് എങ്ങനെ പറയും? ലൈ എ ല മിയ അമീക്ക. ലൈ എ ല മിയ അമീക്ക. ഓക്കെ, അടുത്ത വാക്കാണ് അനെല്ലോ. മോതിരം എന്നാണ് ഈ വാക്കിനർത്ഥം. മോതിരം. ഇനി ഇതിടുന്ന വിരലിന് പറയുന്നത് അനുലാരെ. അത് മാവച്ചാണ് തുടങ്ങുന്നത് അല്ലെ? അനുലാരെ. അനുലാരെ എന്നാണ് മോതിര വിരലിന് പറയുന്നതെങ്കിൽ മറ്റു വിരലുകളെ എങ്ങനെയാണ് പറയുന്നതെന്ന് നോക്കാം. പൊള്ളിച്ചേ, ഇന്ദിച്ചേ, മേദിയോ, അനുലാരെ, മീഞ്ഞോളോ. ഒന്നുകൂടെ. പൊള്ളിച്ചേ, ഇന്ദിച്ചേ, മേദിയോ, അനുലാരെ, മീഞ്ഞോളോ. ഏവന്നേക്കണ ആ സൗണ്ട് ആൻഡ് എന്നർത്ഥം. എ ആൻഡ്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ, മധ്യവിരൽ ഒറ്റയ്ക്ക് ഉയർത്തുക എന്നുള്ളത് വളരെ റൂഡായിട്ടുള്ള ഒരു ആക്ഷൻ ആണെന്നുള്ളത്. റോമൻസും ഇതിനെ ഒരു ഫാളോ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഫാളോ എന്ന് പറഞ്ഞാല് നമ്മളെല്ലാവരും ഫുട്ബോൾ പ്രേമികളാണല്ലേ. ആ ഫാളോ എന്ന് പറഞ്ഞാൽ ഫൗൾ എന്നാണ് അർത്ഥം. ഫൗള് കമ്മിറ്റ് ചെയ്ത അപ്പൊ തന്നെ റഫറി പെനാൽറ്റി വിളിക്കും. അപ്പൊ ശിക്ഷാർഹമായ ഒരു പ്രവൃത്തി തന്നെയാണ് ഒറ്റയ്ക്ക് ഇത് ഉയർത്തുക എന്നുള്ളത്. അതുകൊണ്ട് ഓർക്കുക, എപ്പോഴും ഇത് ഉയർത്തുമ്പോൾ കൂടെ ഒന്നെങ്കിൽ ഇൻഡെക്സ് അല്ലെങ്കിൽ റിംഗ് ഫിംഗറോ ഉയർത്താൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത നമ്മുടെ വാക്കിലേക്ക് കടക്കാം. ആപ്പെ. ആപ്പെ എന്നാൽ തേനീച്ച എന്നാണ് അർത്ഥം. അതെ, ഇത്രയും നമ്മളിപ്പോ കണ്ട വാക്കുകളിലും ആയുടെ ശബ്ദം വളരെ അടഞ്ഞതായിരുന്നു. എന്നാൽ ആപ്പെ നീട്ടിയുള്ള ആന എന്ന് ഉച്ചരിക്കണ പോലെ ആപ്പെ, തേനീച്ച. അടുത്ത വാക്കാണ് ആങ്കുറ. നങ്കൂരം എന്നാണ് ഈ വാക്കിനർത്ഥം. ഇത് പക്ഷേ ആഡ്വർബായിട്ട് ഉപയോഗിക്കുമ്പോൾ, ക്രിയാവിശേഷണമായിട്ട് ഉപയോഗിക്കുമ്പോൾ, ഇറ്റാലിയനിൽ പറഞ്ഞാൽ അവെർബിയോ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ ഉച്ചാരണം മാറും. അങ്കോറ. അങ്കോറ എന്ന വാക്ക് കേൾക്കുമ്പോൾ എനിക്ക് കല്യാണരാമനിൽ നമ്മളുടെ ഇന്നസെന്റ് ഏട്ടൻ പറയുന്ന ഒരു ഡയലോഗ് അതാണ് ഓർമ്മ വരുന്നത്. കുറച്ചും കൂടി ചോറ് വേണോ ഏട്ടാ, ഈ തൈരും കൂട്ടി കഴിക്കാനായിട്ട് ഒരല്പം കൂടി വിളമ്പട്ടെ എന്നുള്ള ആ ഒരു ഡയലോഗ്. കുറച്ചുകൂടെ എന്നുള്ളതാണ് ഈ വാക്കിന്റെ അർത്ഥം. വോയ് അങ്കോറ. കുറച്ചുകൂടി വേണോ? വോയ് അങ്കോറ. മറ്റൊരു രീതിയിൽ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഒരു കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അവന് പഠിച്ചു മതിയായിട്ട് അവൻ കളിക്കാനായിട്ട് പോണേ. അത് കണ്ട അവന്റെ അമ്മ, നീ അവിടെ ഇരുന്ന് പഠിക്കേ, പഠിച്ചതിന് ശേഷം മതി കളി. അങ്കോറ. ഇനിയും പഠിക്കാനാ? അങ്കോറ. നീ അവൻ കുറെ അധികം കളിച്ചിട്ട് കളി നിർത്തണില്ല. തിരിച്ച് വീട്ടിൽ കയറാൻ സമയമായിട്ട് അവൻ വന്നിട്ടില്ല. അവന്റെ അമ്മ അക്കോർജറി ചെയ്തത് അവന്റെ അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ആ സമയത്താണ്. അങ്കോറ സൈലി, നീ ഇപ്പോഴും കളിച്ചോണ്ടിരിക്കുകയാണെന്നുള്ള രീതിയിൽ. അങ്കോറ സൈലി, നീ ഇപ്പോഴും അവിടെ തന്നെയാണോ? എക്സ്പ്രഷൻസ് കണ്ട. അങ്കോറ എന്നുള്ള വാക്ക് കോണ്ടെക്സ്റ്റ് അനുസരിച്ച് അതിന്റെ ആ ഒരു എക്സ്പ്രഷൻ മാറിക്കൊണ്ടിരിക്കും. എക്സ്പ്രഷൻസിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജനതയാണ് ഇറ്റാലിയൻ ജനത. അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ ശീലിക്കുക. ഇത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, ഇറ്റലിനെ 20 റീജിയൻസ് ആയിട്ടാണ് തിരിച്ചേക്കുന്നത് അല്ലെ. നമ്മൾ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായിട്ടാണ് തിരിച്ചിരിക്കുന്നതെങ്കിൽ ഇറ്റലി 20 റീജിയൻസ് ആയിട്ടാണ് തിരിക്കപ്പെട്ടിരിക്കുന്നത്.
ഒരു റീജിയനിൽ നിന്ന് മറ്റൊരു റീജിയനിലേക്ക് പോകുമ്പോഴേക്കും കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇറ്റലി 1960കളിലാണ് സാക്ഷരത എന്നുള്ള ലക്ഷ്യം നേടിയെടുത്തതെന്ന് ഓർക്കണം. അതും ആൽബർട്ടോ മാൻസി, ഒരു റോമൻ പെഡഗോജിസ്റ്റ് ആണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പെഡഗോജിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടി ഇറ്റലിയുടെ ഔദ്യോഗിക ചാനലായ, ഏറ്റവും ആദ്യത്തെ ചാനലായ റായ് യൂണോയിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത, റായ് യൂണോയിലൂടെ നടത്തപ്പെട്ട നോണെ മായി ട്രോപ്പോ താർദി എന്നു പേരുള്ള ഒരു പ്രോഗ്രാം, TV പ്രോഗ്രാം വഴിയാണ് ഇവർ ഈ ലക്ഷ്യം നേടിയെടുത്തത്. അതെങ്ങനെയാണെന്ന് വിചാരിക്കും. ഈ ഒരു പ്രോഗ്രാം അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഗ്രാം ആയിരുന്നു എന്നുള്ളതാണ്. നമ്മൾ പറയാറില്ലേ ആബാലവൃദ്ധ ജനങ്ങളൊന്ന്, അതേപോലെ എല്ലാവരും ഈ TV പ്രോഗ്രാം സംപ്രേഷണം ചെയ്യുന്ന സമയത്ത് TVയുടെ മുന്നിൽ ഇരിക്കുമായിരുന്നു. അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. ഇത് കണ്ട് 71 രാജ്യങ്ങളിലാണ് ഈ പ്രോഗ്രാം, ഈ TV പ്രോഗ്രാം സംപ്രേഷണം ചെയ്യപ്പെട്ടത്. 71 രാജ്യങ്ങളിൽ. അത്രയ്ക്ക് ഫലവത്തായിട്ടുള്ള, എഫിക്കേഷ്യസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു നോണെ മായി ട്രോപ്പോ താർദി. അവര് സാക്ഷരത എന്നുള്ള ആ ഒരു ലക്ഷ്യം കൈവരിച്ചു എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ. മാത്രവുമല്ല യുനെസ്കോയുടെ ഏറ്റവും നല്ല പ്രോഗ്രാം എന്നുള്ള ഖ്യാതി വരെ അവർ ഈ പ്രോഗ്രാം വഴി, ഈ ടെലിവിഷൻ പ്രോഗ്രാം വഴി നേടിയെടുത്തു. അതുകൊണ്ട് നോണെ മായി ട്രോപ്പോ താർദി ഇതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കണം. എന്ത് തുടങ്ങാനും സമയം വൈകിട്ടില്ല. നോണെ മായി ട്രോപ്പോ താർദി ഒരു സെന്റൻസ് പഠിച്ചില്ലേ? നോണെ മായി ട്രോപ്പോ താർദി. അടുത്ത നമ്മുടെ വാക്കാണ് ആന്നോ. ഇയർ എന്നാണ് ഈ വാക്കിനർത്ഥം. 12 മാസങ്ങൾ കൂടുന്നതാണ് ഒരു വർഷമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? അപ്പൊ നമുക്ക് ഈ 12 മാസങ്ങളുടെയും പേരൊന്ന് വേഗത്തിൽ ഓടിച്ചിട്ട് നോക്കാം. ഓക്കെ, ജന്നായോ, ഫെബ്രുവരിയോ, മാർച്ചോ, അപ്രിലെ, മാർച്ചോ, giugno, luglio, agosto, settembre, ottobre, novembre e dicembre. ഒരിക്കൽ കൂടി, ജന്നായോ, ഫെബ്രുവരിയോ, മാർച്ചോ, അപ്രിലെ, മാർച്ചോ, giugno, luglio, agosto, settembre, ottobre, novembre e dicembre. 12 മാസങ്ങളുടെയും പേര് കാണാപ്പാടം പഠിക്കുക. വളരെ ഈസി ആയിട്ടുള്ള പേരുകളാണ്. നമ്മൾ ജാനുവരി, ഫെബ്രുവരി എന്ന് പറയുന്നതിനോട് കുറെ സാമ്യം ഉള്ളത് കൊണ്ട് വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. അടുത്ത നമ്മുടെ വാക്കാണ് ആക്വ. വെള്ളം എന്നാണ് ഈ വാക്കിനർത്ഥം. ആക്വ. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വേണ്ടിയില്ല അല്ലെ, അല്പം വെള്ളം വേണം. എങ്ങനെ പറയും അല്പം വെള്ളം തരാമോ എന്ന്? un po' d'acqua per favore, un po' d'acqua per favore. നോട്ട് ചെയ്യുക, per favore ഒരു പൊളൈറ്റ് ഫോം ആണ് അല്ലെ, ദയവായി എന്നാണ് അർത്ഥം. ഉമ്പോ എന്ന് വെച്ചാൽ കുറച്ച്, ദയവായി കുറച്ച് വെള്ളം തരാമോ എന്നാണ് നമ്മളുടെ ആ സെന്റൻസ്. un po' d'acqua per favore, ദയവായി കുറച്ച് വെള്ളം തരാമോ എന്ന് നമ്മൾ ആരും ചോദിക്കാറില്ല അല്ലെ. കുറച്ച് വെള്ളം തരാമോ അങ്ങനെ ചോദിക്കാറുള്ളൂ. കുറച്ച് വെള്ളം തന്നതിന് നന്ദിയുണ്ട് കേട്ടോ എന്ന് ആരും പറയാറില്ല അല്ലെ. വല്ലപ്പോഴും ഒക്കെ കേൾക്കാം. എന്ത് വളരെ ഉപകാരമുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ പറയണത് വളരെ ചുരുക്കം ചിലരാണ്. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അധികം പ്രാധാന്യം കൊടുക്കാറില്ല. പക്ഷേ മറു രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴേക്കും ഇതൊക്കെ ശീലിച്ച് പഠിക്കുക. അല്ലെങ്കിൽ അതൊരു കമാൻഡായിട്ടേ അവർക്ക് തോന്നുകയുള്ളൂ. ഫോറിനേഴ്സ് ആണെന്നൊന്നും ധരിക്കില്ല, ഇതൊക്കെ ഒരു കമാൻഡായിട്ട് മാത്രമേ തോന്നുകയുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള പൊളൈറ്റ് ഫോംസ് ഒക്കെ പഠിക്കുക, ശീലിക്കുക. നന്ദി എന്ന് എങ്ങനെയാണ് പറയണത്? ഗ്രാസിയെ. ഗ്രാസിയെ. പെർ ഫവോറെ പഠിച്ചു, ഗ്രാസിയെ പഠിച്ചു. ഇനി അതിന് തിരിച്ച് എന്ത് പറയും? പ്രേഗോ. പ്രേഗോ അല്ലെങ്കിൽ non c'è di che
അതിന്റെ ഒന്നും ആവശ്യമില്ല. non c'è di che, അല്ലെങ്കിൽ എങ്ങനെ പറയാം? ma si figuri, è un piacere, si figuri, si figuri, è un piacere. ഞാൻ ഒരു സന്തോഷത്തോടുകൂടിയാണ് അത് ചെയ്തത്. ഈ നന്ദി പറച്ചിലിന്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. si figuri, è un piacere. കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ഉപയോഗിച്ച് ശീലിക്കുക. ഓക്കെ. ഇനി ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കുറെ അധികം വാക്കുകൾ ഉണ്ടല്ലേ, ഇതൊക്കെ എങ്ങനെയാണ് ഉച്ചരിക്കണത്, എവിടെയാണ് നീട്ടേണ്ടത്, എവിടെയാണ് കുറുക്ക് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ എല്ലാവർക്കും സംശയം വരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സംശയം തീർക്കാം. അതിന് കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ ഉണ്ട്, നമുക്ക് നോക്കാം. ഇറ്റാലിയൻ ലാംഗ്വേജിൽ പൊതുവെ 4 തരത്തിലുള്ള വാക്കുകളാണ് ഉള്ളത്. പൊതുവെ 4 തരത്തിലുള്ള വാക്കുകളാണ് ഉള്ളത്. parole piane, parole sdrucciole, parole bisdrucciole, parole tronche. parole piane, parole sdrucciole, parole bisdrucciole, parole tronche. ഇതിൽ നമുക്ക് ആവശ്യം ആദ്യം പറഞ്ഞതാണ് parole piane. in lingua italiana prevalgono le parole piane. parole piane എന്ന് വിളിക്കപ്പെടുന്ന വാക്കുകളാണ് ഇറ്റാലിയൻ ലാംഗ്വേജിൽ കൂടുതലായി കാണപ്പെടുന്നത്, നമ്മൾ കൂടുതലായി ഉപയോഗിക്കുന്നതും parole piane. അപ്പൊ ഇതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യണം എന്നാണ് നമ്മൾ ഏറ്റവും നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. secondo l'Accademia della Crusca, ക്രൂസ്കൻ അക്കാഡമിയുടെ അഭിപ്രായം അനുസരിച്ച്, ഇനി എന്താണ് ക്രൂസ്കൻ അക്കാഡമി? ഗോതമ്പുമണിയെ പതിരിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നത് പോലെ തെറ്റായ ഭാഷാ പ്രയോഗങ്ങളിൽ നിന്നും ഇറ്റാലിയൻ ഭാഷയെ ശുദ്ധീകരിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 1583 ഇറ്റലിയിലെ ഫ്ലോറൻസ് എന്ന നഗരത്തിൽ ഭാഷാടിസ്ഥാനത്തിൽ സ്ഥാപിതമായ ലോകത്തിലെ വെച്ച് തന്നെ ഏറ്റവും ആദ്യത്തെ അക്കാഡമിയാണ് ക്രൂസ്കൻ അക്കാഡമി അഥവാ ല ക്രൂസ്ക. ഇനി ഈ ക്രൂസ്കൻ അക്കാഡമിയുടെ അഭിപ്രായം അനുസരിച്ച് l'accento tonico എന്ന് പറഞ്ഞാൽ നമ്മള് വാക്കുകളൊക്കെ ഉച്ചരിക്കുന്നത് സിലബിൾ തിരിച്ചിട്ടാണ് അല്ലെ. സ്വരങ്ങളുടെ ഗതി അനുസരിച്ച് വാക്കുകളെ അല്ലെങ്കിൽ വാക്കിനെ പല ബ്ലോക്കുകളായി തിരിക്കുന്നതിനെയാണ് നമ്മൾ സിലബിൾ തിരിക്കുക എന്ന് പറയുന്നത്. secondo l'Accademia della Crusca, quando noi prendiamo una parola അല്ലെങ്കിൽ consideriamo una parola, നമ്മൾ ഒരു വാക്ക് എടുക്കുമ്പോഴേക്കും സിലബിൾ അനുസരിച്ചാണ് നമ്മൾ വാക്കുകൾ ഉച്ചരിക്കുന്നതെന്ന് പഠിച്ചു. അപ്പൊ 2 സിലബിളുള്ള ഒരു വാക്ക്, ആപ്പ എന്നുള്ളൊരു വാക്ക് എടുത്തു എന്ന് വിചാരിക്കാം. l'accento tonico cade sulla penultima sillaba എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ആക്സെന്റ് വീഴുന്നത്, അതായത് നമ്മൾ നീട്ടി ഉച്ചരിക്കേണ്ടത് എവിടെയാണ്? പെനൂൾത്തിമ സിലബ, ഏറ്റവും അവസാനത്തെ സിലബിളിലല്ല, പെനൂൾത്തിമ അവസാനത്തേന് തൊട്ടു മുന്നിലുള്ള സിലബിളിലായിരിക്കും ആക്സെന്റ് വീഴുന്നത്. അപ്പൊ ആ സിലബിളാണ് നമ്മൾ നീട്ടി വായിക്കേണ്ടത്. ആ പേ. നമുക്ക് മറ്റൊരു വാക്കെടുക്കാം, പരോള. വാക്കെന്നാണ് അതിന്റെ അർത്ഥം, പരോള. പ രോ ള, നമ്മൾ സിലബിൾ തിരിച്ചു, പ രോ ള. അപ്പൊ ഈ ഒരു വാക്ക് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, എടുക്കുമ്പോൾ ആക്സെന്റ് വീഴുന്നത്, accento tonico വീഴുന്നത് നോൺ സുള്ളുൾത്തിമ, ഏറ്റവും അവസാനത്തെ സിലബിളിലല്ല, മറിച്ച് പെനൂൾത്തിമ സിലബ, അവസാനത്തേതിന് തൊട്ടു മുന്നിലുള്ള സിലബിളിലാണ് ആക്സെന്റ് വീഴേണ്ടത്. പരോള, അതുകൊണ്ടാണ് നമ്മൾ പരോള എന്ന് വായിക്കുന്നത്, പാരോള എന്ന് വായിക്കാത്തത്. കാരണം ഇവിടെയാണ് ആക്സെന്റ് വീഴേണ്ടത്. അറബികളെ പോലെ അവസാനത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ഓക്കെ.
വേറൊരെണ്ണം എടുക്കാം. നമ്മളിപ്പോ ഇത്രയും നേരം കണ്ട വാക്കുകളൊക്കെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ, വിശകലനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണ്? പരോളെ പിയാനയാണ്. ഇനി ഏതായാലും നമ്മൾ പരോളെ പിയാനയുടെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് മറ്റു വാക്കുകളെയും കൂടി നമുക്ക് നോക്കാം. പരോളെ സ്ദ്രൂക്ഷോളെ. എന്താണ് പരോളെ സ്ദ്രൂക്ഷോളെ എന്ന് നോക്കാം. l'accento tonico cade non sull'ultima, non sulla penultima, ma sulla terzultima. മൂന്നാമത്തെ സിലബിളിൽ നമ്മൾ കണ്ട ആങ്കോറ, ആൻകോറ, ആങ്കോറ. അടുത്ത നമ്മുടെ വാക്കാണ്, വേറൊരു തരം വാക്കുണ്ടല്ലേ, പരോളെ ബിസ്ദ്രൂക്ഷോളെ. അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് 4 അതിലധികമോ സിലബിൾസ് ഉള്ള വാക്കായിരിക്കും. അപ്പൊ നമുക്ക് 4 സിലബിൾ അല്ലെങ്കിൽ 4 സിലബിളുള്ള ഒരു വാക്കെടുക്കാം. പോർത്തമെലോ. ഇതൊരു ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. നമ്മൾ പിന്നീട് പഠിക്കുന്നതായിരിക്കും. ഉദാഹരണത്തിന് വേണ്ടി എടുത്തതേ ഉള്ളൂ. പോർ ത മേ ലോ. നമ്മൾ സിലബിൾ തിരിച്ചു. പോർത്തമെലോ എവിടെയാ നോക്കിയേ? അവസാനത്തെ സിലബിളിലല്ല ആക്സെന്റ് വീഴുന്നത്, പെനുൾത്തിമോയിലല്ല, തേർസുൾത്തിമോയിലല്ല, ക്വാർത്തുൾത്തിമോയിലാണ്. അവസാനത്തെ ഇതിൽ നിന്നും 4ാമത്തെ സിലബിളിലാണ് ആക്സെന്റ് വീഴുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ വായിക്കുന്നത് പോർത്തമെലോ. ഓക്കെ. ഇനി മറ്റൊരു വാക്ക് നമ്മൾ കണ്ടല്ലേ, പരോളെ ത്രോങ്കെ. ഇത് വളരെ സുഖമാണ്, കാരണം ആക്സെന്റോട് കൂടിയ വാക്കുകളായിരിക്കും. ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ജെസു, ഊക്കോൺ അക്ഷേന്തോ. ഊട് തൊട്ടുമുകളിൽ എപ്പോഴും ആക്സെന്റ് ഉണ്ടാവും. ആ വാക്ക് എഴുതുന്നത് തന്നെ അങ്ങനെയാണ്, ആക്സെന്റോട് കൂടിയ വാക്കാണ്. അതുകൊണ്ട് അവിടെ മാത്രമേ നമ്മൾ ഊന്നൽ കൊടുക്കാറുള്ളൂ. ജെസു. ലിബർട്ട, സ്വാതന്ത്ര്യം എന്നാണ് അർത്ഥം. പോവെർട്ട, പോവർട്ടി എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ദാരിദ്ര്യം എന്നാണ് അർത്ഥം. നമ്മൾ ഇന്ന് കുറേയധികം കാര്യങ്ങൾ കണ്ടല്ലേ, പക്ഷെ ആൽഫബറ്റിൽ ആകെ ഒരക്ഷരം മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. എന്നാലും നിങ്ങൾ കുറച്ച് നമ്മളുടെ വൊക്കാബുലറിയൊക്കെ ഒന്ന് റിച്ച് ആക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പഠിച്ച വാക്കുകളൊക്കെ ഒന്ന് നോക്കി പ്രൊനൗൺസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ഉച്ചത്തിൽ ഉച്ചരിക്കാനായിട്ട് ശ്രമിക്കുക. നോണേ മായി ത്രോപ്പോ താർദി. സമയം ഒരിക്കലും വൈകിട്ടില്ല. നോണേ മായി ത്രോപ്പോ താർദി. അപ്രേസ്തോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്രേസ്തോ.